ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കൊഴുക്കട്ട ഇഷ്ടമില്ലാത്ത ഒരു മലയാളിയുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. വലിയ നൊയമ്പിൻ്റെ ഒടുവിലത്തെ ശനിയാഴ്ച ഏറ്റവും പ്രത്യേകതയുള്ളൊരു ദിവസമാണ്. എന്താണെന്നല്ലേ? കൊഴുക്കട്ട ശനിയാഴ്ച എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ചരിത്രത്തിൽ എഴുതപ്പെട്ടതായ ആ മനോഹരമായ തിരുനാളിൻ്റെ പ്രത്യേകതയും നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കൊഴുക്കട്ടയോട് വളരെ സാമ്യമാണ്. അരിപ്പൊടിയും തേങ്ങയും ശർക്കരയും ഏലക്കായും അല്പം ജീരകമൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന മനോഹരമായ ഒരു ഭക്ഷണ പദാർത്ഥമാണ് കൊഴുക്കട്ട. എന്താണെന്നല്ലേ? ഈ ദിവസത്തോടു കൂടെ നൊയമ്പിൻ്റെ ആദ്യ ഘട്ടം അവിടെ അവസാനിക്കുകയാണ്. എന്താണ് ആദ്യ ഘട്ടം അവസാനിക്കുന്നത്? മറ്റൊന്നുമല്ല, 40 ദിവസം യേശു കർത്താവ് മരുഭൂമിയിൽ ഉപവാസമെടുത്തതിൻ്റെ പ്രതീകമായുള്ള 40 ദിവസം അവിടെ കഴിഞ്ഞു. വീണ്ടും തൊട്ടടുത്ത ആഴ്ചയിലേക്ക് കഷ്ടാനുഭവത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് പോകാനായിട്ട് ജനം ആകപാനം തയ്യാറെടുക്കുന്ന ഒരു നിമിഷമാണിത്. അതിലേക്ക് കയറാനായിട്ടുള്ള ഒരു മുൻകുറി എന്ന വണ്ണമാണ് കൊഴുക്കട്ട ശനിയായിട്ട് ആചരിച്ച് കൊഴുക്കട്ടകൾ ഉണ്ടാക്കി ഭക്ഷിച്ച് ആ അനുഭവത്തിലോട്ട് അവർ ചേരുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നല്ലേ? കൊഴു എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം മഴു എന്നാണ്, ആയുധം. യേശു കർത്താവിൻ്റെ ക്രൂശീകരണ വേളയിൽ ആ അനുഭവത്തിന് വേണ്ടി ഉപയോഗിച്ചതായ ആയുധങ്ങളെ ആ പദം കൊണ്ട് അനുസ്മരിക്കുകയാണ്. അതിനകത്ത് ഉപയോഗിക്കുന്നതായ മധുരമാണെങ്കിലോ രക്ഷയുടെ അനുഭവമായിട്ടും, ഇനി അത് പൊളിക്കുമ്പോൾ ഊർന്നിറങ്ങുന്നതായ മധുര പാനീയമാകട്ടെ രക്ഷകന്റെ ദിവ്യ രക്തവുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. ലാസറിന്റെ നാളുകളും എന്ന് ഈ ദിവസത്തെ പൊതുവെ വിശേഷിപ്പിക്കാറുണ്ട്. മറ്റൊന്നുമല്ല, ഇതേ ദിവസം തന്നെയാണ് ലാസറിനെ ഉയർപ്പിച്ചു എന്നും രേഖപ്പെടുത്തിയതായി ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ലാസറിന്റെ ഭവനത്തിൽ ഒടുവിലായി യേശു കർത്താവിന് നൽകിയതായ ഭക്ഷണത്തെ ഓർത്തുകൊണ്ടും ഈ കൊഴുക്കട്ട ശനിയാഴ്ച നമ്മൾ ആഘോഷിക്കാറുണ്ട്. നമുക്കും ഈ ഒരു തിരുനാളിനോട് പങ്കുചേരാം. ഭക്ഷണം ഉണ്ടാക്കി അത് കഴിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറമായി ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ആ കൊഴു എന്ന അനുഭവം മാരകമായ ആയുധത്തിൻ്റെയും അതിനകത്തുള്ള മധുരം രക്ഷയുടെയും അനുഭവമായി തീരട്ടെ.